ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിലാണ് ഈ കൊച്ചിയിലെ ബോൾഗാട്ടിൽ നിന്ന് പൊങ്ങുന്ന ഈ പ്ലെയിൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ മാട്ടുപ്പെട്ടിയിൽ നിന്ന് ടോബി ജോൺസൺ ഉണ്ട്. ടോബി, ഇതൊരു മനോഹരമായ മുഹൂർത്തമാണ്. നമ്മൾ ആദ്യം വളരെ സംശയത്തോടെ കണ്ടതാണ് നമ്മുടെ ആളുകൾ. എന്നാൽ അതൊന്നുമല്ല, സംശയത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് ഗുജറാത്ത് നമ്മോട് വിളിച്ചു പറയുകയാണ്. പറയൂ. തീർച്ചയായിട്ടും എസ് കെ എൻ, എന്തായാലും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് കേരളവും കടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്നതുപോലെ അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് അതിൻ്റെതായിട്ടൊരു സ്ഥാനമുണ്ട്. അത് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഒരു തരത്തിലേക്ക്, ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് ഇനി പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിന്റെ റിസർവോയറിന്റെ സമീപത്തായിട്ടാണ്. നമുക്ക് കാണാം, ആ കാണുന്നതാണ് ഡാം. അതിനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 400 മീറ്റർ അകലെയായിട്ട് ഈ കാണുന്ന ജലാശയത്തിലേക്കാണ് നമ്മൾ ഈ പറയുന്ന സീപ്ലെയിൻ പറന്ന് ഇറങ്ങാൻ പോകുന്നത്. അരമണിക്കൂർ കൊണ്ട്, നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്താൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ കാണുന്ന മാട്ടുപ്പെട്ടിയുടെ ജലാശയത്തിലേക്ക് ഈ വിമാനം പറന്നിറങ്ങും. ആ കാഴ്ച വളരെ മനോഹരമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക നാഴികക്കല്ലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മീറ്റർ ആഴം മതി, പക്ഷേ അതിൽ കൂടുതൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മാട്ടുപ്പെട്ടിയുടെ റിസർവോയർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കരയിലും വെള്ളത്തിലും ഒരുപോലെ പറന്നിറങ്ങാൻ സാധിക്കുന്ന ആംഫീബിയൻ വിമാനങ്ങൾ 12 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ വന്ന ശേഷം ഏകദേശം 4-5 മണിക്കൂർ വേണം ഈ പറയുന്ന മൂന്നാർ പോലെയുള്ള ഈ ഹൈറേഞ്ചിലേക്ക് കയറി വരാൻ. എന്നാൽ അരമണിക്കൂർ കൊണ്ടെത്താം. ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി, പ്രത്യേകിച്ചും ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ആ മനോഹാരിത, അതൊരു 15 മിനിറ്റ്, ഈ വിമാനത്തിൽ കയറി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ദൃശ്യമാകും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ ഏതൊരു വിനോദസഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമാനങ്ങളിൽ വലിയ ജനാലകളുണ്ട്, അതിലൂടെ നോക്കി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാമെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എസ് കെ എൻ. ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഡോം തയ്യാറാക്കിയിട്ടുണ്ട്. DTDCയുടെയും അതുപോലെ തന്നെ ഹൈഡൽ പ്രോജക്റ്റിൻ്റെയും രണ്ട് ഇത് യോജിപ്പിച്ചുകൊണ്ടുള്ള വാട്ടർ ഡോമുകളാണ് തയ്യാറാക്കിയത്. ലാൻഡ് ചെയ്യുന്ന വിമാനം ഇവിടെ വന്നായിരിക്കും അടുക്കുക. അവിടെ നിന്നും വരുന്ന പൈലറ്റ് അടക്കമുള്ളവർ ഇറങ്ങും. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിനും MLA അടക്കമുള്ളവരുണ്ടാകും. എസ് കെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല അത് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാഴ്ച, ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ ജലാശയത്തിൽ ഈ മലകളുടെ ഇടയിലൂടെ ആ വിമാനം വന്ന് പറന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും സാധിക്കും. അതും ഒരു നല്ല കാഴ്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, പുന്നമടയിലേക്കും അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലേക്കുമൊക്കെ ഈ ഒരു പരീക്ഷണ പറക്കൽ ഇനിയുണ്ടാകും. അങ്ങനെ ഭാവിയിൽ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ജലാശയങ്ങൾ ഒരുപാടുണ്ട്. ആ ജലാശയങ്ങളിലേക്കെല്ലാം തന്നെ ഈ സീപ്ലെയിനുകൾ വന്നിറങ്ങുന്നത് വലിയ മാറ്റത്തിന് താങ്ക് യു ടോബി ജോൺസൺ. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിൽ നിന്നാണ് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേർന്ന്.